മാനുവൽ ചാർജ് കൺട്രോളർ 12 വാട്ട്സ് 10 ആംപിയർ, സോളാർ ബാറ്ററി 12 വാട്ട്സ് 100 ആംപിയർ അവേഴ്സ്, സോളാർ പാനൽ 75 വാട്ട്സ്, 4x LED 12 വാട്ട്സ് DC 5 വാട്ട്സ് എന്നിവ ഉപയോഗിച്ച് ഒരു സോളാർ ഡേ ലൈറ്റിംഗ് എങ്ങനെ നിർമ്മിക്കാം എന്നാണ് ഈ സെഷനിൽ നമ്മൾ പഠിക്കുന്നത്. സെഷൻ അവസാനിക്കുമ്പോൾ സോളാർ ഡേ ലൈറ്റ് സിസ്റ്റം എന്താണ് എന്ന് പഠിക്കാനും അതിൻ്റെ വ്യത്യസ്ത കോമ്പണൻറ്റുകൾ തിരിച്ചറിയാനും ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ മനസ്സിലാക്കുവാനും നിർമ്മാണ രീതി പരിശീലിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. ഡേ ലൈറ്റിംഗ് എന്നത് ഡയറക്റ്റ് സൺലൈറ്റ് ആണ്. ഡിഫ്യൂഷന് വിധേയമായ സ്കൈലൈറ്റും ഗ്രൗണ്ടിലും മറ്റു വസ്തുക്കളിലും തട്ടി പ്രതിഫലിച്ചുണ്ടാകുന്ന ലൈറ്റും ഒരു കെട്ടിടത്തിലേക്ക് എത്തി എനർജി സേവ് ചെയ്യപ്പെടുകയും ഇലക്ട്രിക് ലൈറ്റുകളുടെ ഉപയോഗം കുറയ്ക്കുന്നതും ഇവ ഉറപ്പാക്കുന്നു. ഒരു ഡേ ലൈറ്റ് സിസ്റ്റം കൺട്രോൾഡ് ഡേ ലൈറ്റ് റെസ്പോൺസീവ് ലൈറ്റിംഗ് സിസ്റ്റം സ്കൈലൈറ്റുകൾ, വിൻഡോകൾ എന്നിവ ഉൾക്കൊള്ളുന്നു. പകൽ വെളിച്ചത്തിൽ നിന്ന് അനുയോജ്യമായ ലൈറ്റ് ലഭ്യമാകുന്ന സാഹചര്യത്തിൽ സോളാർ ഡേ ലൈറ്റ് സിസ്റ്റത്തിന് ഇലക്ട്രിക് ലൈറ്റിംഗിന്റെ പവർ കുറയ്ക്കാൻ സാധിക്കും. ഒരു ഡേ ലൈറ്റ് സിസ്റ്റം ഒരു കെട്ടിടത്തിൽ താമസിക്കുന്നവർക്ക് ഉൽപാദനക്ഷമവും ദൃശ്യപ്രചോദകവുമായ അന്തരീക്ഷം ഒരുക്കുന്നതിനോടൊപ്പം കെട്ടിടത്തിനുള്ള മൊത്തം എനർജി കോസ്റ്റ് 1/3 കുറയ്ക്കാനും സഹായിക്കുന്നു. കൃത്യമായ സോളാർ ഡേ ലൈറ്റ് സിസ്റ്റത്തിൽ ഹീറ്റിംഗ് ലോഡ് പീരീഡുകളിൽ സോളാർ ഗെയിനുകൾ ഉപയോഗിക്കാനും കൂൾ ലോഡ് പീരീഡിൽ സോളാർ ഗെയിനുകൾ കുറയ്ക്കാനും കഴിയും. ഇത് ഒരു സ്ഥലം ചൂടാക്കാനും തണുപ്പിക്കാനുമായി വിനിയോഗിക്കുന്ന എനർജിയുടെ അളവ് കുറയ്ക്കും. ഡേ ലൈറ്റിംഗ് കൺട്രോളുകളിലെ SPV DC ഇലക്ട്രിക്കൽ സിസ്റ്റം AC മെയിൻ സപ്ലൈയിൽ നിന്നും തീർത്തും ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഒരു സോളാർ ഡേ ലൈറ്റിംഗ് സിസ്റ്റത്തിന്റെ കോമ്പണന്റുകളിൽ ഒരു SPV മൊഡ്യൂൾ, ഒരു മാനുവൽ ചാർജ് കൺട്രോളർ, ഒരു സോളാർ ബാറ്ററി, ഒരു LED ലൈറ്റ്, സോക്കറ്റുകൾ, സ്വിച്ചുകൾ, വയറുകൾ എന്നിവ ഉൾപ്പെടുന്നു. ഒരു ചാർജ് കൺട്രോളർ അടിസ്ഥാനപരമായി ബാറ്ററികൾ ചാർജ് ചെയ്യുന്നതിനും അമിതമായി ചാർജ് ചെയ്യുന്നത് ഒഴിവാക്കുന്നതിനും ഉപയോഗിക്കുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് റെഗുലേറ്റർ ആണ്. സോളാർ പാനലുകളിൽ നിന്നും ബാറ്ററിയിലേക്ക് വരുന്ന വോൾട്ടേജും കറണ്ടും ഇത് കൺട്രോൾ ചെയ്യുന്നു. ഡേ ലൈറ്റിംഗ് പോലെയുള്ള ഗാർഹിക ഉൽപ്പന്നങ്ങളിൽ ഉപയോഗിക്കുന്ന SPV സിസ്റ്റം DC ലോഡുകൾക്ക് മാത്രമായാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇവയിൽ DCക്ക് കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡും ആംപ്ലിറ്റ്യൂഡുമാണ് ഉണ്ടാവുക. സ്വിച്ച് ഓൺ ചെയ്തതു മുതൽ സ്വിച്ച് ഓഫ് ചെയ്യുന്നത് വരെ അത് അതേ ആംപ്ലിറ്റ്യൂഡിൽ തുടരും. ഇവിടെ വോൾട്ടേജ് സോഴ്സിന്റെ പൊളാരിറ്റി മാറുന്നില്ല. ഈ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന സോളാർ വയറുകൾ കോപ്പർ അല്ലെങ്കിൽ അലുമിനിയം എന്നിവയാലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ മെറ്റീരിയലുകൾ റിലയബിളായ കണക്ടിവിറ്റി നൽകുന്നു. കൂടാതെ സോളാർ പാനലുകളിൽ നിന്ന് ഒരു വീട്ടിലേക്ക് ഇലക്ട്രിസിറ്റി കടത്തിവിടാനും ഇവയ്ക്ക് കഴിയും. LED ലൈറ്റുകൾ ഒരു സോളാർ ഡേ ലൈറ്റിംഗ് സിസ്റ്റത്തിലെ ലൈറ്റിംഗ് എലമെന്റ് ആണ്. ഇവ കൂടുതൽ എഫിഷ്യൻസിയും കുറഞ്ഞ ചെലവും ഉറപ്പാക്കുന്നു. 3 വാട്ട്സ്, 5 വാട്ട്സ്, 7 വാട്ട്സ്, 9 വാട്ട്സ് എന്നിങ്ങനെ വ്യത്യസ്ത വോൾട്ടേജ് റേറ്റിംഗുകളിൽ ഈ ലൈറ്റുകൾ ലഭ്യമാണ്. ലൈറ്റിംഗ് റിക്വയർമെന്റും സിസ്റ്റത്തിന്റെ വോൾട്ടേജ് കപ്പാസിറ്റിയെയും അടിസ്ഥാനമാക്കി ഉപയോക്താക്കൾക്ക് ബൾബ് തിരഞ്ഞെടുക്കാവുന്നതാണ്. സോളാർ ഡേ ലൈറ്റിംഗ് സിസ്റ്റം ഇലക്ട്രിക് ലൈറ്റിംഗ് സിസ്റ്റവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സെൻസറുകളും ആക്ച്വേറ്ററുകളും ഉപയോഗിച്ച് ലഭ്യമായ ഡേ ലൈറ്റിന്റെ അളവ് ഏത് സമയത്തും തിരിച്ചറിയാൻ ഇവയ്ക്ക് സാധിക്കും. നാച്ചുറൽ സൺലൈറ്റിന്റെ അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ലൈറ്റ് അഡ്ജസ്റ്റിംഗ് സിസ്റ്റമാണ് ഇവയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സോളാർ ഫോട്ടോ വോൾട്ടായിക് മൊഡ്യൂൾ സോളാർ എനർജി സ്വീകരിക്കുകയും ഇലക്ട്രിക് എനർജിയാക്കി മാറ്റുകയും ചെയ്യുന്നു. ഈ ഇലക്ട്രിക് എനർജിയെ ലൈറ്റിംഗ് സിസ്റ്റം സ്റ്റോർ ചെയ്യുകയും ആർട്ടിഫിഷ്യൽ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇവയിൽ ഉപയോഗിച്ചിരിക്കുന്ന സോളാർ ബാറ്ററി, ചാർജ് കൺട്രോളർ തുടങ്ങിയ ഉപകരണങ്ങൾ ഇലക്ട്രിക് എനർജി സ്റ്റോർ ചെയ്യുന്നു. മാനുവൽ ചാർജ് കൺട്രോളർ ഉപയോഗിച്ച് എങ്ങനെ ഒരു സോളാർ ഡേ ലൈറ്റിംഗ് നിർമ്മിക്കാമെന്ന് നോക്കാം. മാനുവൽ ചാർജ് കൺട്രോളർ ഉപയോഗിച്ച് ഒരു സോളാർ ഡേ ലൈറ്റ് നിർമ്മിക്കാൻ ആവശ്യമായ ടൂളുകളും ഇൻസ്ട്രുമെന്റുകളും നിങ്ങളുടെ കൈവശമുണ്ടെന്ന് ആദ്യം തന്നെ ഉറപ്പാക്കുക. മാനുവൽ ചാർജ് കൺട്രോളർ 12 വാട്ട്സ് 10 ആംപിയറിന്, സോളാർ ബാറ്ററി 12 വാട്ട്സ് 100 ആംപിയർ അവേഴ്സ്, സോളാർ പാനൽ 75 വാട്ട്സ്, 4x LED ലൈറ്റ്സ് 12 വാട്ട്സ് DC 5 വാട്ട്സ്,
സോക്കറ്റുകൾ, സ്വിച്ചുകൾ, വയറുകൾ എന്നിവയാണ് ഇത്തരമൊരു ലൈറ്റ് നിർമ്മിക്കാൻ ആവശ്യമായ സാധനങ്ങൾ. മാനുവൽ ചാർജ് കൺട്രോളർ ഉപയോഗിച്ച് ഒരു സോളാർ ഡേ ലൈറ്റിംഗ് സിസ്റ്റം നിർമ്മിക്കുന്നതിന് കണ്ട്യൂട്ട് പൈപ്പുകൾ, സോക്കറ്റുകൾ, സ്വിച്ചുകൾ, വയറുകൾ എന്നിവ പാരലലായി കണക്ട് ചെയ്ത് ലോഡ് സർക്യൂട്ട് വയർ ചെയ്യുക. ഈ ഘട്ടത്തിൽ സർക്യൂട്ടിന്റെ പൊളാരിറ്റിയിൽ ശ്രദ്ധിച്ച് സ്വിച്ച് ഓഫ് ആണെന്നും ഉറപ്പാക്കുക. പിന്നീട് LED ബൾബ് കണക്ട് ചെയ്ത് ചാർജ് കൺട്രോളർ ഓഫ് ആണെന്ന് ഉറപ്പാക്കുക. തുടർന്ന് ലോഡ് വയർ ചാർജ് കൺട്രോളറിന്റെ നെഗറ്റീവ്, പോസിറ്റീവ് പോർട്ടുകളിൽ അറ്റാച്ച് ചെയ്യുക. പിന്നീട് ചാർജ് കൺട്രോളറിന്റെ ഇൻപുട്ട് ടെർമിനലിൽ പൂർണ്ണമായും ചാർജ് ചെയ്ത് സോളാർ ബാറ്ററി, അതായത് 12 വാട്ട്സ് 100 ആംപിയർ അവേഴ്സ് കണക്ട് ചെയ്യുക. ശേഷം ചാർജ് കൺട്രോളറിന്റെ സോളാർ പാനൽ ഇൻപുട്ട് ടെർമിനലിൽ കണക്ട് ചെയ്ത സോളാർ പാനൽ 75 വാട്ട്സ് സൺലൈറ്റിൽ വയ്ക്കുക. ചാർജിംഗ് LED ഓൺ ആണെന്ന് ഉറപ്പാക്കാൻ ഒരു ടെസ്റ്റ് നടത്തുക. തുടർന്ന് ചാർജ് കൺട്രോളർ ഓണാക്കുക. ഔട്ട്പുട്ട് LED ഓൺ ആണെന്ന് പരിശോധിച്ച് LED ബൾബുകൾ ഓരോന്നായി ഓണാക്കി ഡേ ലൈറ്റിംഗ് സർക്യൂട്ട് പരിശോധിക്കുക. മാനുവൽ ചാർജ് കൺട്രോൾ, സോളാർ ബാറ്ററി, സോളാർ പാനൽ, 4x LED എന്നിവ ഉപയോഗിച്ച് സോളാർ ഡേ ലൈറ്റിംഗ് നിർമ്മിക്കുക എന്നതായിരുന്നു ഈ സെഷനിൽ പരിചയപ്പെടുത്തിയത്. സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സോളാർ ഡേ ലൈറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ സെഷൻ കൊണ്ട് സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ മുതൽ ഈ സിസ്റ്റത്തിൻ്റെ കോമ്പണൻറ്റുകൾ തിരിച്ചറിയാനും അതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ മനസ്സിലാക്കാനും മാനുവൽ ചാർജ് കൺട്രോളർ ഉപയോഗിച്ച് സോളാർ ഡേ ലൈറ്റിംഗ് സിസ്റ്റം എങ്ങനെ നിർമ്മിക്കാമെന്നും പഠിച്ചു.